In mobile communication, new topics are codeless systems, wireless local loops, IEEE 802.16 broadband wireless access standards. First one, codeless systems. എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു കോഡ്ലെസ് സിസ്റ്റമാണ് കോഡ്ലെസ് ടെലിഫോൺ. ഓക്കെ, എന്താ ഒരു കോഡ്ലെസ് ടെലിഫോൺ? ഒരു ഹാൻഡ്സെറ്റ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടാവും. ഓക്കെ, ഈ ബേസ് സ്റ്റേഷൻ ടെലിഫോൺ ലൈനോട് കണക്റ്റഡ് ആയിരിക്കും. ഈ ബേസ് സ്റ്റേഷൻ പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു 100 മീറ്റർ റേഞ്ചിൽ ഈ ഹാൻഡ്സെറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ ഹാൻഡ്സെറ്റും ബേസ് സ്റ്റേഷനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി റേഡിയോ വേവ്സ്, ദാറ്റ് മീൻ വോയിസ് അല്ലെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഒരു ബേസ് സ്റ്റേഷനും ഒരു ഫിക്സഡ് ബേസ് സ്റ്റേഷനും ഒരു മൊബൈൽ യൂണിറ്റ് അല്ലെങ്കിൽ ഹാൻഡ്സെറ്റും യൂസ് ചെയ്ത് എയർ ഇൻ്റർഫേസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ സിസ്റ്റത്തിനെയാണ് കോഡ്ലെസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കോഡ്ലെസ് സിസ്റ്റം സ്റ്റാൻഡേർഡ് ആണ് DECT, ഡിജിറ്റൽ എൻഹാൻസ്ഡ് കോഡ്ലെസ് ടെലികമ്മ്യൂണിക്കേഷൻ. ഈ കോഡ്ലെസ് സിസ്റ്റംസ് ഏതൊക്കെ എൻവയറോൺമെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും? ഫസ്റ്റ് വൺ റെസിഡൻഷ്യൽ, ആൻഡ് സെക്കൻഡ് വൺ ഓഫീസ്, ആൻഡ് തേർഡ് വൺ ടെലിപോയിൻറ്റ്. ഒരു പബ്ലിക് പ്ലേസിൽ, ഇപ്പോൾ എയർപോർട്ട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കോഡ്ലെസ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസ് സ്റ്റേഷൻ സെറ്റപ്പ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഡിസൈൻ കൺസിഡറേഷൻ. ഒരു കോഡ്ലെസ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുമ്പോൾ കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. സോ അതാണ് ഡിസൈൻ കൺസിഡറേഷനിൽ പോയിന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദ റേഞ്ച് ഓഫ് ദ ഹാൻഡ്സെറ്റ് ഫ്രം ദ ബേസ് സ്റ്റേഷൻ ഈസ് അബൌട്ട് 200 മീറ്റർ. ബേസ് സ്റ്റേഷനും ഹാൻഡ്സെറ്റും തമ്മിൽ മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 മീറ്റർ ആയിരിക്കണം. സോ ആ ഒരു മീറ്ററിനുള്ളിൽ കവറേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഹൈ ക്വാളിറ്റി ഉള്ള ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഇൻറ്ററപ്റ്റ് വരാതെ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ, ദ ഹാൻഡ്സെറ്റ് ആൻഡ് ദ ബേസ് സ്റ്റേഷൻ നീഡ് ടു ബി ഇൻഎക്സ്പെൻസീവ്. ഈ കോഡ്ലെസ് സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഡാറ്റ അല്ലെങ്കിൽ വോയിസ് ട്രാൻസ്മിറ്റ് ചെയ്യാനാണ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പെൻസീവ് എക്യുപ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. മസ്റ്റ് ബി ലെസ് എക്സ്പെൻസീവ്. ആൻഡ് നെക്സ്റ്റ് വൺ, ഫ്രീക്വൻസി ഫ്ലെക്സിബിലിറ്റി ഈസ് ലിമിറ്റഡ്. ഈ കോഡ്ലെസ് സിസ്റ്റം ലൈറ്റ് വെയിറ്റ് ആണ്, അല്ല, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഈസി ആയിട്ട് അതിനെ പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഈസി ആയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാം. ലോ ഇൻ്റർഫറൻസ് വരുന്ന സിറ്റുവേഷനിൽ മാത്രം അത് പ്ലേസ് ചെയ്യാം. ഓക്കെ, ദ സിസ്റ്റം നീഡ് ടു ബി ഏബിൾ ടു സീക്ക് എ ലോ ഇൻ്റർഫറൻസ് ചാനൽ വെൻ എവർ ഇറ്റ് ഈസ് യൂസ്ഡ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടൈം ഡിവിഷൻ ഡ്യൂപ്ലെക്സ്. ഈ കോഡ്ലെസ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയണം. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ് ടൈം ഡിവിഷൻ ഡ്യൂപ്ലെക്സ്. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ടൈം കംപ്രഷൻ മൾട്ടിപ്ലെക്സിംഗ്. ഈ കോഡ്ലെസ് സിസ്റ്റത്തിൽ അറ്റ് എ ടൈം ഒരു ഡയറക്ഷനിലേക്ക് മാത്രമേ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ടൈം ഹാൻഡ്സെറ്റ് ആണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് ടൈം ബേസ് സ്റ്റേഷൻ ഹാൻഡ്സെറ്റിലോട്ട് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. അൾട്ടർനേറ്റ് ആയിട്ട് ഓരോ ഡയറക്ഷനിലേക്ക് ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫസ്റ്റ് ഡാറ്റ ആർ ട്രാൻസ്മിറ്റഡ് ഇൻ വൺ ഡയറക്ഷൻ അറ്റ് എ ടൈം വിത്ത് ട്രാൻസ്മിഷൻ alternating between the two directions. There are two types of time division duplex: simple time division duplex and TDMA, time division multiple access time division duplex. First one, simple time division duplex. സിമ്പിൾ ടൈം ഡിവിഷൻ ഡ്യൂപ്ലെക്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു നോക്കാം. ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ഡാറ്റേനെ ഫിക്സഡ് സൈസ് സെഗ്മെൻ്റ് ആക്കി ഡിവൈഡ് ചെയ്ത് അതിനെ കംപ്രസ് ചെയ്യിക്കുന്നു. ഓക്കെ, ഈ കംപ്രസ് ചെയ്തിരിക്കുന്ന ഡാറ്റ ഹയർ ട്രാൻസ്മിഷൻ റേറ്റിലായിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇൻ ദിസ് ഫിഗർ ബേസ് സ്റ്റേഷനും ഉണ്ട് ഹാൻഡ്സെറ്റും ഉണ്ട്. ഫസ്റ്റ് ബേസ് സ്റ്റേഷൻ ഹാൻഡ്സെറ്റിലേക്ക് ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ടൈം ഹാൻഡ്സെറ്റ് ബേസ് സ്റ്റേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ദെൻ ബേസ് സ്റ്റേഷൻ, ദെൻ ഹാൻഡ്സെറ്റ്. സോ അറ്റ് എ ടൈം ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അൾട്ടർനേറ്റ് ആയിട്ട് രണ്ട് ഡയറക്ഷനിലേക്കും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ബേസ് സ്റ്റേഷൻ ഹാൻഡ്സെറ്റിലേക്ക് ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു.
ബേസ് സ്റ്റേഷനിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഹാൻഡ്സെറ്റിലേക്ക് റീച്ച് ചെയ്യാൻ ഒരു ഡിലേ ഉണ്ടാവും, ഒരു ടൈം ഡിലേ ഉണ്ടാവും. അതിനെയാണ് പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത്. പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം, പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം, അതിനെയാണ് ബേസ്റ്റ് ട്രാൻസ്മിഷൻ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഹാൻഡ്സെറ്റ് ബേസ് സ്റ്റേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് ചാനൽസ് ചേഞ്ച് ചെയ്യണം. ആ ചാനൽ ചേഞ്ച് ചെയ്ത് പുതിയ ചാനൽ സെറ്റപ്പ് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈമാണ് ഗാർഡ് ടൈം. ആൻഡ് നെക്സ്റ്റ് ടൈം ഹാൻഡ്സെറ്റ് ബേസ് സ്റ്റേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴും പ്രൊപ്പഗേഷൻ ഡിലേ ഉണ്ടായിരിക്കും. ദെൻ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ടൈം, ദെൻ അഗെയിൻ ചാനൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാർഡ് ടൈം ഉണ്ടായിരിക്കും. ഓക്കെ, ഈച്ച് സൈഡ് സെൻസ് block of fixed length which take a time TB to transmit, that is transmission time, and a time TP, that means propagation time is required for the propagation of a signal from transmitter to the receiver, and guard time TG is introduced to turn the channel around. So total time to send one block is the sum of transmission time, propagation time and guard time. Okay, and next one, time division multiple access. എന്തായിരുന്നു TDMA കൺസെപ്റ്റ്? ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഡിഫറെൻറ്റ് ചാനൽസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, റിവേഴ്സ് ആൻഡ് ഫോർവേഡ് ബാൻഡ് യൂസ് ചെയ്തിട്ട് സെയിം ഫ്രീക്വൻസി യൂസ് ചെയ്ത് രണ്ട് ഡയറക്ഷനിലേക്കും ഡാറ്റ ട്രാൻസ്മിഷൻ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതാണ് TDMA വിത്ത് ടൈം ഡിവിഷൻ ഡ്യൂപ്ലെക്സ്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ടു ഹാൻഡിൽ ഫാസ്റ്റ് ഫേഡിങ് ആൻഡ് ഇംപ്രൂവ് കപ്പാസിറ്റി അലോക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡക്റ്റ് ഓപ്പറേഷൻ. ദർ ഈസ് മൊബൈൽ യൂണിറ്റ് ആൻഡ് ബേസ് സ്റ്റേഷൻ. സോ OSI layers ഒക്കെ പഠിച്ച OSI, TCP, ILS എല്ലാം പഠിച്ച പോലെ തന്നെ സെയിം ലെയർ ഫങ്ഷനാണ് ഇവിടെയും. ഈ ഫിസിക്കൽ ലെയർ, മാക് ലെയർ, മീഡിയം ആക്സസ് കൺട്രോൾ, ഡാറ്റ ലിങ്ക് കൺട്രോൾ ലെയേഴ്സിനൊക്കെ ഉള്ളത്. ഓക്കെ, സോ ഫിസിക്കൽ ലെയർ എന്തിനായിരിക്കും? ഇപ്പോൾ അപ്പർ ലെയറിൽ നിന്ന് വരുന്ന ഡാറ്റ ഫിസിക്കൽ ലെയറിൽ എത്തുമ്പോൾ ബിറ്റ് ഫോമിലായിരിക്കും. സോ ഈ ഡാറ്റേനെ സിഗ്നൽസ് ആയിട്ട് റിസീവറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ ആ ഒരു ഫങ്ഷനാണ് ഫിസിക്കൽ ലെയറിൻ്റേത്. ഡക്റ്റ് ഓപ്പറേഷനിൽ കോഡല്ല യൂസ് ചെയ്യുന്നത്, റേഡിയോ സിഗ്നൽസ് വഴിയാണ്. സോ റേഡിയോ സിഗ്നൽസ് ആക്കിയിട്ട് ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ ഒരു ഫങ്ഷനാണ് ഫിസിക്കൽ ലെയർ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, physical layer. At the physical layer, data are transmitted in the TDMA TDD frame over of 1 RF carriers, and the modulation method is Gaussian filtered FSK method ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, മീഡിയം ആക്സസ് കൺട്രോൾ ലെയർ. മാക് ലെയർ 3 സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ബ്രോഡ്കാസ്റ്റ്, മെസ്സേജസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. ആൻഡ് കണക്ഷൻ ഓറിയൻറ്റഡ് ആൻഡ് കണക്ഷൻ ലെസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക. കണക്ഷൻ ഓറിയൻറ്റഡ് സർവീസ് മീൻ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സർവീസസും, കണക്ഷൻ ലെസ് സർവീസ് മീൻ ഇൻഡിവിജ്വൽ ഡക്റ്റ് മെസ്സേജിനെ സെൻഡ് ചെയ്യാനുള്ള സർവീസസും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡാറ്റ ലിങ്ക് ലെയർ. ഡാറ്റ ലിങ്ക് കൺട്രോൾ ലെയർ ആണ് മെസ്സേജസിൻ്റെ റിലയബിൾ ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ റിലയബിൾ ട്രാൻസ്മിഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എറർ ഡിറ്റക്ഷൻ, ഓട്ടോമാറ്റിക് റിപ്പീറ്റ് റിക്വസ്റ്റ് പോലുള്ള പ്രൊസീജിയേഴ്സ് എല്ലാം അത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അഡീഷണലായി ഈ ഡാറ്റ ലിങ്ക് കൺട്രോൾ ലെയർ 5 സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, കോൾ കൺട്രോൾ, ആൻഡ് സെക്കൻഡ് വൺ, സപ്ലിമെൻ്ററി സർവീസസ്, കണക്ഷൻലെസ് മെസ്സേജ് സർവീസ്, connection oriented message service and mobility management. Then data link layer. Data link control layer provide for the reliable transmission of messages. Use traditional data link control procedures including error detection and automatic repeat request. And data link control layer support a set of service. First one, കോൾ കൺട്രോൾ. ഒരു കോൾ സെറ്റപ്പ് ആൻഡ് റിലീസ് സർവീസസ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഡാറ്റ ലിങ്ക് ലെയറിലെ കോൾ കൺട്രോൾ സെക്ഷനാണ്.
And next one, connectionless and connection oriented message services. ഈ കണക്ഷൻലെസ് മെസ്സേജ് സർവീസ് എന്ന് പറയുന്നത് അപ്പർ ലെയറിലെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ലോങ്ങർ മെസ്സേജിനെ സ്മോൾ മെസ്സേജസ് ആക്കി ബ്ലോക്സ് ആക്കിയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യണം. അതുപോലെ ലോവർ ലെയറിൽ നിന്ന് വരുന്ന സ്മോൾ ബ്ലോക്സിനെ കമ്പൈൻ ചെയ്ത് ലോങ്ങർ മെസ്സേജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഈ പ്രൊസീജിയർ എല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഡാറ്റ ലിങ്ക് കൺട്രോൾ ലെയർ ആണ്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ, സപ്ലിമെന്ററി സർവീസ്. കോൾ എനി ടൈപ്പ് ഓഫ് കോൾ ഡിപ്പെൻഡൻറ്റ് സർവീസ് അല്ലാതെ ഈ ഓപ്പറേഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന അഡീഷണൽ സർവീസസ് ആണ് സപ്ലിമെന്ററി സർവീസസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, മൊബിലിറ്റി മാനേജ്മെന്റ്. ഡാറ്റ ലിങ്ക് കൺട്രോൾ ലെയർ സപ്പോർട്ട് എ സെറ്റ് ഓഫ് സർവീസ്. ഫസ്റ്റ് വൺ, കോൾ കൺട്രോൾ manages circuit switched call including connection setup and release. And next one, connectionless message service, support of connectionless message service. This service will segment longer message into smaller blocks for transmission and reassemble at reception. And the fourth one, connection oriented message service, and fourth one, supplementary services. And the last one is mobility management. Secured duct service provide ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഫങ്ഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. സോ അതെല്ലാം മാനേജ് ചെയ്യുന്ന സെക്ഷനാണ് മൊബിലിറ്റി മാനേജ്മെൻറ്റ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നോക്കാം. Okay, mobility management handle functions necessary for the secure provision of duct service. So അതിൽ ഫസ്റ്റ് വൺ, ഐഡൻറ്റിറ്റി പ്രൊസീജിയർ. ഒരു മൊബൈൽ യൂണിറ്റ് ഇറ്റ്സ് ഓൺ ബേസ് സ്റ്റേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ഡാറ്റാസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ. സോ അതിന് സപ്പോർട്ട് ചെയ്യുന്ന സർവീസസ് ആണ് ഐഡൻറ്റിറ്റി പ്രൊസീജിയർ. ആൻഡ് സെക്കൻഡ് വൺ, ഓതൻറ്റിക്കേഷൻ പ്രൊസീജിയർ. ഇറ്റ് എസ്റ്റാബ്ലിഷ് ദാറ്റ് the mobile unit is a valid network user. മൊബൈൽ യൂണിറ്റ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. തേർഡ് വൺ, ലൊക്കേഷൻ പ്രൊസീജിയർ. മൾട്ടിപ്പിൾ മൊബൈൽ സ്റ്റേഷൻ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ ആ മൊബൈൽ യൂണിറ്റ് ഏത് ലൊക്കേഷനിലാണെന്നുള്ളത് ട്രാക്ക് ചെയ്യണം. ട്രാക്ക് ചെയ്ത് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. സോ അതിനുള്ള സർവീസസ്, അതിന് സപ്പോർട്ട് ചെയ്യുന്ന സർവീസസ് ആണ് ലൊക്കേഷൻ പ്രൊസീജിയർ. It is used in systems with multiple base stations to track the location of a mobile unit. And the next one, access right procedure. It established that the mobile unit has the right to gain access to a specified type of local or global network. ഒരു നെറ്റ്വർക്ക് ലോക്കൽ ഓർ ഗ്ലോബൽ നെറ്റ്വർക്ക് ആയിക്കോട്ടെ, ആ മൊബൈൽ യൂണിറ്റ് ആ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ, റൈറ്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ആക്സസ് റൈറ്റ് പ്രൊസീജിയർ. നെക്സ്റ്റ് വൺ, കീ അലോക്കേഷൻ പ്രൊസീജിയർ. യൂസർ ഇൻഫോർമേഷൻ അതുപോലെ നെറ്റ്വർക്ക് കൺട്രോൾ ഇൻഫോർമേഷൻസ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഈ എൻക്രിപ്ഷൻ കീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊസീജിയറാണ് കീ അലോക്കേഷൻ പ്രൊസീജിയർ. ആൻഡ് നെക്സ്റ്റ് വൺ, പാരാമീറ്റർ റിട്രീവൽ പ്രൊസീജിയർ. മൊബൈൽ യൂണിറ്റ് നെറ്റ്വർക്ക് ഓപ്പറേഷൻ റിലേറ്റഡ് ഇൻഫോർമേഷൻസ് എല്ലാം എക്സ്ചേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സർവീസാണ് പാരാമീറ്റർ റിട്രീവൽ പ്രൊസീജിയർ. ആൻഡ് ലാസ്റ്റ് വൺ, സിഫർ റിലേറ്റഡ് പ്രൊസീജിയർ. ഈ കോഡ്ലെസ് സിസ്റ്റത്തിലെ എൻക്രിപ്ഷൻ ഡീക്രിപ്ഷൻ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സർവീസസും സപ്പോർട്ട് ചെയ്യുന്നത് ഈ ഡാറ്റ ലിങ്ക് ലെയറിലെ മൊബിലിറ്റി മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, so this is the codeless system duct protocol architecture. Okay.